ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറച്ച് വൈകിയാണെങ്കിലും നമ്മുടെ ഓണം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഉത്രാടം തൊട്ടങ്ങ് തുടങ്ങിയാലോ. പണ്ടത്തെ ഓണത്തിൻ്റെ അത്രയും എക്സൈറ്റഡ് അല്ല ഇപ്പോഴത്തെ ഓണം. പണ്ടൊക്കെ കോളേജിൽ ഓണം സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഓണ സെലിബ്രേഷൻ്റെ ഡ്രസ്സ് സെറ്റ് ചെയ്യാനും ആക്സസറീസ് സെറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. എങ്കിലും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഓണത്തിന് ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുറേ വർഷമായിട്ട് നമ്മൾ വീട്ടിൽ അത്തപ്പൂ ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പം ഈ വട്ടം നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണമല്ലേ, അപ്പം നമ്മൾ കരുതി ഒരു കുഞ്ഞ് അത്തപ്പൂ ഇടാമെന്ന്. അങ്ങനെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ അവിടെ പോയി നമ്മൾ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചു. അടുത്ത ദിവസം രാവിലെ അമ്പലത്തിൽ വെച്ചുകൊണ്ട് പോകാനുള്ള മുല്ലപ്പൂവും വാങ്ങിച്ചു. നമ്മൾ എല്ലാ പൂവും കൂടെ ഉള്ള മിക്സാണ് വാങ്ങിച്ചത്. 200 രൂപയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു കവർ പൂ കിട്ടി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ലേറ്റ് ആയായിരുന്നു. തിരിച്ചു വന്ന് വേഗം തന്നെ നമ്മൾ പൂക്കളം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലായി. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ചൊരു പ്ലാനൊന്നും ഇല്ലാതെ ഒരു കുഞ്ഞു പൂക്കളം സെറ്റ് ചെയ്തു. നമ്മൾ നമ്മുടെ സിറ്റ് ഔട്ടിൽ തന്നെയാണ് അത്തപ്പൂ ഇട്ടത്. പണ്ടൊക്കെ ചേച്ചിമാരൊക്കെ ആയിട്ട് ഉത്രാടത്തിൻ്റെ അന്ന് അമ്മ പറഞ്ഞു തരുന്നതനുസരിച്ച് പിണ്ടിയൊക്കെ കുത്തി അത്തപ്പൂ ഇട്ടതൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് പേരായതുകൊണ്ട് അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ചേട്ടൻ അത്തപ്പൂ ഇടുമ്പം ചേട്ടൻ്റെ പഴയകാല കോളേജ് മെമ്മറീസ് ആയിരുന്നു അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചേട്ടൻ ഇരുന്നത്. അല്ലാതെ ചേട്ടൻ അങ്ങനെ അത്തപ്പൂ ഒന്നും ഇടാറുള്ള ആളല്ലായിരുന്നു. നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോവും. അങ്ങനെ അമ്പലത്തിലേക്ക് പോവാണ്. നമ്മുടെ അടുത്തുള്ളത് അമ്പലപ്പുഴ അമ്പലമാണല്ലോ. അങ്ങനെ നമ്മൾ കുളിച്ച് അമ്പലത്തിലൊക്കെ വന്നു. അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാറായിരുന്നു. അതിനുശേഷം ചേട്ടൻ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മൂമ്മയും ചിറ്റയൊക്കെ വിളിച്ചിട്ട് വന്നു. ഇത് നമ്മൾ 2022 നമ്മുടെ ഫസ്റ്റ് ഓണത്തിനെടുത്ത പിക്കാണ്. ഇത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത പിക്കും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. ഈ ഓണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയെ ഈ ഓണത്തിന് നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ആവട്ടെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ അത്യാവശ്യം കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പാട്ട് പാടാൻ പോകണം. ജോയിൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, അടുത്തായി പാർട്ടിക്ക് ഒരു പാട്ട് പാടുന്നതാണ്. അമ്മായി കൂടെ
ആദ്യം നമ്മുടെ പിള്ളേരുടെ പാട്ടായിരുന്നു, അതിനുശേഷം നമ്മുടെ പാറു ചേച്ചിയുടെ ഡാൻസിൻ്റെ പാട്ടിന് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ പാട്ട് മ്യൂട്ട് ചെയ്തേക്കുന്നത്. ഈ പാട്ട് ഏതാണെന്ന് ഗെസ് ചെയ്യാമോ? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യേ. അങ്ങനെ പാറു ചേച്ചിയുടെ ഡാൻസൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ സദ്യയിലേക്കാണ് പോയത്. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്നു. ഇനി നമുക്ക് സദ്യയിലേക്ക് കടക്കാം. ഏകദേശം 25 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് 4-5 റൗണ്ടായിട്ട് സദ്യ നടന്നു. സത്യം പറഞ്ഞാൽ ഓണമൊക്കെ ഇങ്ങനെ ആഘോഷിക്കണം അല്ലേ? ഇപ്പം മിക്ക വീടുകളിലും 3-4 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം ആ ഫാമിലിയിലെ എല്ലാവരും ചേർന്നത് ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ? എല്ലാവരും കൂടെ വന്നിങ്ങനെ ഓണപ്പരിപാടികളും സദ്യയൊക്കെ കഴിച്ച് ആഹാ അന്തസ്. ഇവർ രണ്ടുപേരും എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇനി പാട്ടാണോന്നും അറിയില്ല. എന്തായാലും എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കൂടി ആൾക്കാർ ഫാമിലിയൊക്കെ ആയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു അന്ന്. ഒരുപാട് ഗെയിംസൊക്കെ കളിക്കാൻ പറ്റി. എല്ലാവരുമായിട്ട് നല്ല എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു അന്ന്. നമുക്ക് ഇങ്ങനെ ഒരു ദിവസം ഒരുക്കി തന്ന എൻ്റെ ചേച്ചിയോടും ചേച്ചിയുടെ വീട്ടിലുള്ള എല്ലാവരോടും, അതിൻ്റെ കോർഡിനേറ്റർ ചേച്ചിയും പാർക്കുഞ്ഞുമാണെന്നാണ് പറഞ്ഞത്, അവരോടൊരു സ്പെഷ്യൽ താങ്ക്സ്. നമ്മൾ പണ്ടത്തെ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ കലാപരിപാടികളാണേ, അത് കണ്ടിട്ട് വായോ. കസേര കളിയാണ് കളിച്ചത്. കസേരകളിൽ ഈ കുഞ്ഞി കള്ളത്തരത്തിൽ ഫസ്റ്റ് അടിച്ചു. കസേര എനിക്കാണ് കിട്ടേണ്ടത്. പിന്നെ അവളായതുകൊണ്ട് ഞാൻ വിട്ടുകൊടുത്തു. പിന്നെ നമ്മൾ ലെമൺ ആൻഡ് സ്പൂൺ കളിച്ചു. ലെമൺ ആൻഡ് സ്പൂണിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി. പിന്നെ പിള്ളേരുടെ ഉണ്ടായിരുന്നു, പിന്നെ വലിയ ആൾക്കാരുടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൽ വെറൈറ്റി ആയിട്ട് കളിച്ചത് നിങ്ങളാരും കേട്ടിട്ടില്ലായിരിക്കും, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ആനയ്ക്ക് വാല് വരയ്ക്കൽ. ഓണമൊക്കെ ആയതുകൊണ്ട് സുന്ദരിമാരെല്ലാം ബിസിയായിരുന്നു. അതുകൊണ്ട് സുന്ദരിക്ക് പൊട്ട് തൊടാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ആനയ്ക്ക് വാല് വരയ്ക്കൽ നടത്തി. എല്ലാവരും കണ്ണു കിട്ടി. ഓരോ വാലൊക്കെ ഇഷ്ടംപോലെ വാലായി ആനയ്ക്ക്. അവസാനം ലാസ്റ്റ് കളിയെല്ലാം കണ്ടുപിടിച്ച് നമ്മുടെ ലതച്ചിറ്റിക്ക് ഫസ്റ്റ് കിട്ടി. ഇനി അടുത്ത് നമ്മുടെ കലാപരിപാടി എന്ന് പറയുന്നത് തിരുവാതിരയാണ്. ഒരു തട്ടിക്കൂട്ട് തിരുവാതിര എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി എനിക്ക് വീഡിയോ ഒക്കെ അയച്ച് തന്നതാണ് തിരുവാതിര പഠിക്കാൻ. പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ടും മടിയും കാരണം ഞാൻ ആ തിരുവാതിര പഠിച്ചില്ല. പിന്നെ എല്ലാവരോടും പറഞ്ഞപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു തിരുവാതിര സെറ്റാക്കി അങ്ങ് കളിച്ചു. എന്തായാലും രസമായിരുന്നു. അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞ് ഓണം വ്ളോഗ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടോടുണ്ട്. ആ വീഡിയോ ഞാൻ പിന്നീട് ഇടാമേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.